ഇത് രാമൻകുട്ടിയുടെ കഥയാണ്. രാമൻകുട്ടി എന്നാൽ സൽപ്പേര് രാമൻകുട്ടി. രാമൻകുട്ടി ഒരു സാധാരണ ചെറുപ്പക്കാരനല്ല. അതായത് സാധാരണ ചെറുപ്പക്കാരുടെ സാധാരണ ശീലങ്ങളായ ബീഡിവലി, മുറുക്ക്, കള്ളുകുടി, പഞ്ചാരയടി ഇത്യാദികളൊന്നും രാമൻകുട്ടിയുടെ അരികെ കൂടി പോയിട്ടില്ല. ഗാന്ധിജിക്കും നെഹ്റുവിനും ശേഷം ആരെന്ന ചോദ്യത്തിന് കുട്ടനെല്ലൂർ പഞ്ചായത്ത് കണ്ടെത്തിയ ഉത്തരമാണ് രാമൻകുട്ടി. രാമൻകുട്ടിയെയും രാമൻകുട്ടിയുടെ സൽപ്പേര് പ്രണയത്തെയും നിങ്ങൾ നേരിട്ട് കൊണ്ടറിഞ്ഞോളൂ. ദൈവാധീനം കൊണ്ട് എല്ലാ കാര്യങ്ങളും മംഗളമായി. അല്ലേ രാമൻകുട്ടിയേട്ടന്റെ കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെയല്ലേ? അയ്യോ ഒന്ന് പൊക്കിയേ. അങ്ങനെ നാരായണ, പന്തല്ല 500 കഴിച്ച് ബാക്കി 3500 ഇതാണ് കൊടുത്തരേ. നിനക്ക് ഇതെന്തു പറ്റി? പന്തലുകാരൻ നാരായണ സെറ്റിൽ ചെയ്യാൻ വേണ്ടി മോളി കയറിയതാ. അവിടെ ചെന്നപ്പോ നാരായണൻ പറഞ്ഞു, എന്നാ പിന്നെ രാമൻകുട്ടിയെ കെട്ടഴിക്കാൻ ഒരു കൈ പിടിച്ചോന്ന്. കെട്ടഴിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. ഉറങ്ങിയിട്ട് 3-4 ദിവസമായില്ലേ അമ്മേ. ഇനിയെങ്കിലും ഈ കാര്യസ്ഥപ്പണിയൊക്കെ നിർത്തി എവിടെയെങ്കിലും ഒന്ന് ഇരിക്കേ. അനിയത്തിയുടെ കല്യാണം നിശ്ചയിച്ച അന്ന് തുടങ്ങിയ ഓട്ടമല്ലേ. ഇവർക്ക് വേണ്ടി ഓടാൻ ഇനി ഞാൻ മാത്രമല്ലേ ഉള്ളൂ അമ്മേ. ചേട്ടൻ ഇനിയും കൊറേ ഓടേണ്ടി വരും. ഞങ്ങള് രണ്ടനിയത്തിമാരും കൂടെ കല്യാണം കഴിക്കാനുണ്ടേ. അമ്മേ എന്താടേ? അയ്യോ, നീ എങ്ങോട്ടാ? ഇതൊന്നും വെച്ച് താമസിപ്പിക്കരുതമ്മേ. കൃഷ്ണ, നാരായണ വാടാ. എടാ നേരം വെളുത്തിട്ട് പോയാ പോരെ. ഓരാ, അപ്പപ്പ കൊടുക്കേണ്ടത് അപ്പപ്പ തന്നെ കൊടുക്കണം. ഓടി വാടാ. മോനെ ഓടിക്കോ. രാമൻകുട്ടിയേട്ടൻ പറഞ്ഞല്ലേ എന്തെങ്കിലും കാര്യം കാണാം. ഓടിക്കോ. കടത്തുവെള്ളമില്ല, കടത്തുകാരൻ കാതർക്കയില്ല. ഞാൻ വേണേ കാതർക്കായി വീട്ടിൽ പോയി വിളിച്ചിട്ട് വരാം. ഇനി അതിനുള്ള സമയമൊന്നുമില്ല മക്കളെ, ചാടിക്കോ. ചാടിയത് രാമൻകുട്ടിയേട്ടൻ ചാടിയതല്ലേ, അതിലെന്തെങ്കിലും കാര്യം കാണും. ചാടിക്കോ. നീ എന്താ ആലോചിക്കുന്നേ? ചേട്ടനെ കുറിച്ച് ആലോചിച്ചതാ. ചേട്ടൻ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നറിയോ കല്യാണത്തിന്? എനിക്കൊന്നും കഷ്ടപ്പാടല്ല. ഈ ചേട്ടനല്ല, എന്റെ ഏട്ടൻ രാമൻകുട്ടിയേട്ടൻ. ഏട്ടൻ ഇപ്പൊ എന്ത് ചെയ്യാനാവോ? ഗേറ്റ് പൂട്ടിയിരിക്കുന്ന കണ്ടില്ലേ? ചാടിക്കോ. കാണണോ? പിന്നെ രാമൻകുട്ടിയേട്ടൻ പറഞ്ഞാൽ എന്തായാലും കാര്യം കാണും. ചാടിക്കോ. വേഗം. എന്താ എന്താ കാര്യം? എന്നെ മനസ്സിലായില്ലേ? ഇന്ന് രാവിലെ ഇവിടെ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിന്റെ ചേട്ടനാ. അത് മനസ്സിലായി. രാമൻകുട്ടി ഇത് എന്ത് പറ്റി? അളിയനും പെങ്ങളും ഉറങ്ങിയോ? നീ ഈ പാതിരാത്രി അവർ ഉറങ്ങുമെന്ന് അന്വേഷിക്കാൻ വന്നതാ? അത് എനിക്ക് അവരൊന്ന് കാണണമായിരുന്നു. എന്താ രാമൻകുട്ടി കാര്യം പറ. അല്ല, എനിക്ക് അവരോട് സംസാരിക്കണം. സംസാരിക്കാനോ? ഈ നട്ടപ്പാതിരയ്ക്കോ? അയ്യോ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അളിയനെ പെങ്ങളെ കണ്ടേ പറ്റൂ. വാടാ. എടാ രാമൻകുട്ടി, നീ എങ്ങോട്ടാ? അളിയ അങ്ങോട്ട് പോവല്ലേ? അളിയ പെങ്ങളെ ഒന്ന് കഥ ചുമ്മാരിക്കടോ. അളിയ ഒന്ന് കഥ പറഞ്ഞേ. ഞാനാ രാമൻകുട്ടി. എന്ത് വൃത്തികേടായി കാണിക്കുന്നത്? പൊന്നെ ചേട്ടാ അങ്ങോട്ടൊന്ന് വന്നേ. അളിയോ ഒന്ന് കഥ പറഞ്ഞേ. എനിക്ക് അർജന്റായിട്ടൊരു കാര്യം പറയാനുണ്ട്. അളിയോ. എന്താ എന്ത് പറ്റി? അല്ല പിന്നെ ഈ നേരത്ത് വന്ന് ബുദ്ധിമുട്ടിച്ച് ക്ഷമിക്കണം. ഇതല്ലാതെ വേറെ ഒരു മാർഗം ഇല്ലാത്തോണ്ടാ. എന്താ ഏട്ടാ ഈ രാത്രിയില്? അല്ല, ഞാൻ സീരിയസ് ആയിട്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ. എടി, നീ കിടന്ന് ബഹളം വെക്കാതെ. നിന്റെ അമ്മയ്ക്കൊന്നുമില്ലെന്ന്. പിന്നെ കാൽപ്പവനുള്ളെങ്കിലും മോളി മോതിയോടെ മറന്നു വെച്ചിട്ട് വന്നില്ലേ? അത് തരാൻ വേണ്ടി വന്നതാ. എങ്കിലും എന്റെ അലിയ, ഈ നേരത്തെ ഇതൊരു കൊല ചതിയായി പോയി. എന്ന് പറഞ്ഞാൽ എങ്ങനെ? 100 പവനാണ് ഞങ്ങൾ പറഞ്ഞ വാക്ക്. നാളെ നേരം വിളിക്കുമ്പോ നിങ്ങൾ ഇതെല്ലാം കൂടി തൂക്കി നോക്കിട്ടേ 99.25 പവനുള്ളൂ എന്ന് പറഞ്ഞാ നഷ്ടപ്പെടുന്നത് എന്റെ കുടുംബത്തിന്റെ സൽപ്പേരാ. ഇപ്പൊ ഇതും കൂട്ടി കൃത്യം 100 പവനുണ്ട്. നിങ്ങൾ ഇതിന് എണ്ണോ തൂക്കുവോ എന്താന്ന് വെച്ചാ അയക്കോ. അപ്പോ രാത്രി യാത്രയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ രാമൻകുട്ടിയെ, സൽപ്പേര് രാമൻകുട്ടിയെ? ഇത് ഗ്രാമത്തിലെ ഏക ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം. ഇവിടെ രാമൻകുട്ടി വെറും രാമൻകുട്ടിയല്ല, ഹെഡ് മാസ്റ്റർ രാമൻകുട്ടിയാണ്. 10 മണി എന്ന് പറഞ്ഞാൽ കൃത്യം 10 മണിക്ക് തന്നെ സ്കൂളിൽ എത്തണം വിജയ മാഷേ. മാഷ് ഇന്നലെ എത്ര മണിക്കാ സ്കൂളിൽ എത്തിയെന്നറിയോ? അത് എന്നൊരു സമയമില്ല. 10:04. മാസ്റ്റർ 4 മിനിറ്റ് താമസിച്ച പിള്ളേര് 40 മിനിറ്റ് താമസിക്കും. മോന്തായം വളഞ്ഞ ബാക്കി 64 വളയുന്നാണല്ലോ. ഇനി മുതൽ ഞാനത് ശ്രദ്ധിച്ചോളാം. മാസ്റ്റർ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മാസ്റ്റർ ഞാൻ ശ്രദ്ധിക്കും. ഒപ്പിട്ടോളൂ. അപ്പോ ഇന്നും വൈകണ്ട, ക്ലാസ്സിലേക്ക് പോക്കോളൂ. ശരി മാഷ. ഇതാര്? അനുപമ ടീച്ചറോ? ടീച്ചർ ഇന്നലെ 3:55 തന്നെ ക്ലാസ് അവസാനിപ്പിച്ച കാര്യം ഞാൻ അറിഞ്ഞു. ആകെ 5 മിനിറ്റ് അല്ലേ മാഷേ?
ആയിക്കോട്ടെ, ആ 5 മിനിറ്റ് കൊണ്ട് ബ്രാക്കറ്റിൽ നിന്നും ശരിയായ ഒരു ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക, അല്ലെങ്കിൽ വിട്ടുപോയത് പൂരിപ്പിക്കുക. ഇതൊന്നും വേണ്ട, ടീച്ചർക്കൊന്ന് വാക്യത്തിൽ പ്രയോഗിക്കായിരുന്നല്ലോ. ടീച്ചർക്കറിയാലോ ഇതൊരു കുഗ്രാമമാണ്. ഇവിടെ പഠിക്കുന്നൊക്കെ തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും മക്കളാ. അവരുടെയൊക്കെ 5 മിനിറ്റ് പോയിട്ട് 1 മിനിറ്റ് പോലും പാഴാക്കി കളയാൻ നമുക്ക് അവകാശമില്ല. സോറി മാഷെ. അത്രേ ഉള്ളൂ. ചുവന്ന ഗ്ലോബോ പോയില്ലേ? അല്ല മാഷെ, എന്താ? എന്റെ പ്രസവം അടുത്തു. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ലേഡി ടീച്ചേഴ്സ് ആരെങ്കിലും, അല്ലെങ്കിൽ വേണ്ട, എനിക്ക് പരിചയമുള്ളൊരു വയറ്റാട്ടി ഉണ്ട്, അവരാവുമ്പോ ഇങ്ങനെ. അയ്യോ അതല്ല മാഷെ, ആ? PF ലോൺ ശരിയാക്കിയിട്ട് വേണം എനിക്ക് പ്രസവിക്കാൻ. ഓ, അത്രേ ഉള്ളോ? പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ പ്രസവ ചെലവൊക്കെ മാഷിന് അറിയാവുന്നതല്ലേ? പ്രസവിക്കാത്തോണ്ട് എനിക്കത് വലിയ പിടിയില്ല. എന്തായാലും PF ഞാൻ ശരിയാക്കി തരാം. ഇനി അത് ശരിയാവാത്തോണ്ട് ടീച്ചർ പ്രസവിക്കാതിരിക്കണ്ട. ഓ, അയ്യോ ഞാൻ ടീച്ചറെ അത് നോക്ക്. അയ്യോ, മാഷേ ദാ മാഷെ. ലേശം കൊണ്ട് മാറിക്കേ, ലേശം ലേശം ലേശം. ടീച്ചർ ഒന്ന് പുറത്തേക്ക് വന്നോളൂ. ഇങ്ങോട്ട് വന്നോളൂ, ഇങ്ങോട്ട് എന്താ വന്നോളൂ. മാഷെ? ടീച്ചർക്ക് അറിയോ, ടീച്ചർ ഒരു പുരുഷനും ഞാനൊരു സ്ത്രീയാ. ഛേ, ഞാനൊരു പുരുഷനും ടീച്ചർ ഒരു സ്ത്രീയാ. നമ്മൾ തമ്മിൽ ഒരു മുറിക്കാത്തിങ്ങനെ നിന്ന് സംസാരിച്ചാലേ അത് മതി ആളുകൾക്ക് അത് ഇതും പറഞ്ഞുണ്ടാക്കാൻ. തീയും പഞ്ഞിയും കൂടി ഇങ്ങനെ വെച്ചാലേ കീച്ച് പഞ്ഞിക്കാ കത്ത് പിടിക്കുക. ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലേ അതിന്റെ കേട് മുഴുവൻ എനിക്കാ. ടീച്ചറിന്റെ PFന്റെ പേപ്പേഴ്സ് ഒക്കെ ശരിയാക്കിയിട്ടേ ഞാൻ അങ്ങ് ആശുപത്രിയിൽ എത്തിച്ചോളാം. ടീച്ചർക്ക് അറിയോ ഇത് പീഡനത്തിന്റെ കാലമാ. പീഡനത്തിനിരയായ ഒരു പുരുഷന്റെ വേദന എന്താണെന്ന് ടീച്ചർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇങ്ങോട്ട് മാറിക്കേ, ആ ഫുട്ബോൾ ഇനി മാറ്റി വെച്ചു. രാമൻകുട്ടിക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട്. നാട്ടിലെ സാംസ്കാരിക നായകൻ. ഏക സാംസ്കാരിക കേന്ദ്രമായ ജനകീയ വായനശാലയിലെ ലൈബ്രറിയനാണ് ഇദ്ദേഹം. രാമകുട്ടി അല്ല കിട്ടിയോ? എന്ത് കിട്ടിയോന്ന്? ട്യൂഷൻ ടീച്ചറെ നല്ല ഉശിരൻ ബുക്കാണെന്നാ പുറത്തുള്ള കേൾവി. ഞാൻ മരിക്കുന്നതിന് മുൻപ് ആ ബുക്കൊന്ന് എനിക്ക് വായിക്കാൻ കിട്ടുമോ മോനെ? എന്റെ കുഞ്ഞമ്പൂട്ടാ, ഓ ആശാനും വള്ളത്തോളും ഉള്ളൂരും വൈലോപ്പള്ളിയും കുഞ്ഞിരാമൻ നായരും എന്തിന് മാരി വരെ ഇവിടെ വെറുതിരിക്കുക. ഇതിന്റെയൊക്കെ പുറകെ ഓടുന്ന നേരത്ത് ഇവരെയൊക്കെ ഒന്ന് തൊടുക, ഒന്ന് തലോടുക, അതൊക്കെ അല്ലേ ഒരു സുഖം. അവസാനം ഒരു പെണ്ണിന്റെ പേര് പറഞ്ഞില്ലേ, അതിനെ കിട്ടിയിരുന്നെങ്കിലും ഒന്ന് തടകായിരുന്നു. ഇവരൊക്കെ ആരാണ് കുഞ്ഞമ്പൂട്ടിന്റെ വിചാരം? പ്രശസ്തരായിട്ടുള്ള കവികളാണ്. കവിത എനിക്ക് ദഹിക്കില്ല രാമൻകുട്ടി. നിങ്ങളുടെ പ്രായം എനിക്ക് ദഹിക്കാതിരിക്കാൻ ഇതെന്താ ആവണക്കണയാ? ആവണക്കെണ്ണ അതിനും ഭേദമാണ് മോനെ. നീ എനിക്ക് ട്യൂഷൻ ടീച്ചർ തപ്പി തരില്ലല്ലേ? കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുക. എന്നിട്ടും മേലാൽ ഈ വക പുസ്തകങ്ങളെ പറ്റി ഇവിടെ മിണ്ടി പോരുത്. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ഇവിടുത്തെ കവിതാ പുസ്തകങ്ങളൊക്കെ വാരിയെടുത്ത് നിന്റെ സൽപ്പേര് സമൻ ചേർത്ത് പുഴുങ്ങി തിന്ന്. ചെറുപ്പല്ലേ, എന്ത് കയറ്റിയാലും ദഹിച്ചോളൂ. നല്ല കാര്യമൊന്നും ചെയ്യരുതട്ടോ മോനെ. എടാ ഈ വയസ്സിന് നിന്റെ അച്ഛന്റെ പ്രായം ഉണ്ടല്ലോ. പോ കണ്ണു കണ്ടൂടെ? സമയത്ത് ബെല്ലടിച്ചില്ലെങ്കിൽ എന്റെ ജോലിയാ പോണത്. മാറിയും കുട്ടികളെ. ഇത് രാമൻകുട്ടിയുടെ ഇളയ അമ്മാവൻ ശങ്കരൻ മാമൻ. ലാൽ സലാം. കുട്ടനല്ലൂരു വിമാനമിറങ്ങാൻ താവളമുണ്ടാക്കും. കൃഷിക്കാർക്ക് കൃഷിഭൂമി, പണക്കാർക്ക് മരുഭൂമി, NGO-മാർക്കെല്ലാം ഇന്നത്തെ ശമ്പളം 4 ഇരട്ടി. ഇത് രാമൻകുട്ടിയുടെ മൂന്നാമത്തെ അമ്മാവൻ വേലായുധൻ മാമൻ. പരിസരബോധമില്ലാത്തവൻ. താ പോടൂ, മര്യാദയുമില്ല. ആരെങ്കിലും തെന്നി വീഴില്ലേ? അവനവൻ ചെയ്യുന്നതിന്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കുക. ഇത് രാമൻകുട്ടിയുടെ രണ്ടാമത്തെ അമ്മാവൻ മാധവ മാമൻ. ഇത് രാമൻകുട്ടിയുടെ മൂത്ത അമ്മാവൻ നാരായണ മാമൻ. അയ്യോ പണ്ടാരാണ് പിള്ളേരെ പഠിപ്പിക്കാൻ തോക്കം കൊണ്ട് ഇറങ്ങിയിരിക്കാം. ആ പെമ്മർനോത്തി പറഞ്ഞതിൽ എന്താ തെറ്റ്? എപ്പ നോക്കിയാലും നാരായണേട്ടൻ ഈ തോക്കും എടുത്ത് തോളെ വെച്ചോണ്ട് നടക്കും. പിന്നെ പിള്ളേർ പേടിക്കാതിരിക്കണേ? ഈ ബാഗ് നിന്റെ ഇടത് കൈയുടെ ഒരു ഭാഗമായതുപോലെയാ നാരായണേട്ടന്റെ തോക്ക് നായുടെ കയ്യിൽ പൊതിയാ തേങ്ങ കിട്ടിയ പോലെ. അത് കറക്റ്റ്. പിന്നെ ഈ ബാഗും എന്റെ പാർട്ടിയുടെ ബലത്തിലുവാ ഞാൻ ഈ നാട്ടുകാരെയൊക്കെ വിറപ്പിച്ചോണ്ടിരിക്കുക. അത് കറക്റ്റ്. നാരായണേട്ടൻ ഈ തോക്കൊണ്ട് ഒരു പ്രയോജനമില്ല. ഇന്നേ വരെ ഒരു ഉന്നമെങ്കിലും ശരിയായിട്ടുണ്ടോ? അതെന്റെ തോക്കിന്റെ കുറ്റമല്ല. മിലിറ്ററിയിൽ നിന്ന് പുറത്തിറങ്ങിയ പിന്നെ ഉന്നം നോക്കാൻ ഒരു പാകിസ്ഥാൻകാരനെ പോലും ഞാൻ ഇന്ത്യയെ കണ്ടിട്ടില്ല. എടാ, നിങ്ങൾക്ക് എന്റെ ഉന്നത്തെ പറ്റിയല്ലേ സംശയം? അങ്ങോട്ട് നോക്ക്, കൊക്ക് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം.
മര്യാദക്ക് വിളിക്കിരിക്കാനും സമ്മതിക്കില്ലേ? നാരായണേട്ടാ വേഗം വാ. ഓടിക്കോ.